നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. KSRTC മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക തീരുമാനവുമായി പോലീസ്. KSRTC ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. യദുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ക്രിമിനൽ കേസ് നിലവിലില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. യദുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം പോലീസ് നൽകിയിരിക്കുന്നത്. മേയർക്കെതിരെ പരാതിപ്പെട്ടതിന് കേസെടുക്കുന്നു എന്നായിരുന്നു യദുവിന്റെ ആരോപണം. എന്തായാലും യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നിപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും യദു അറസ്റ്റ് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്ന് വേണം ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിമിനൽ കേസൊന്നും യദുവിന്റെ പേർക്കില്ല. അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ക്രിമിനൽ കേസൊന്നും യദുവിന്റെ പേർക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു വാർത്ത തന്നെയാണിത്. അതേസമയം നടു റോഡിലാണ് മേയറും സംഘവും KSRTC ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയത്. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു വഴക്കിലേക്ക് എത്തിയത്. ഇതിനിടെ ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തി എന്നതടക്കമുള്ള ഒരു പരാതി മേയർ ഉന്നയിച്ചിരുന്നു. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ്. ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകി. പക്ഷേ പോലീസ് നടപടി എടുത്തില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു. ഇതിനിടെ വക്കീലായ ബൈജു നോയലും കോടതിയെ സമീപിച്ചു. ജില്ലാ കോടതിയിൽ വക്കീൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ പോലീസ് ഒരു ഘട്ടത്തിൽ വെട്ടിലാകുന്ന അവസ്ഥയിൽ വരെ എത്തി. കാരണം KSRTC ബസ്സിലിരുന്ന് ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന ആരോപണം മേയർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം പോലീസിന് തെളിയിക്കാൻ തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. വിഷയത്തിൽ നിയമോപദേശം പോലീസ് കാത്തിരുന്നു. എന്തായാലും യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ ആ ഒരു തീരുമാനത്തിൽ തന്നെ പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് കനത്ത വെല്ലുവിളി തീർത്തു. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനെ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിച്ചതിനും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളായിരുന്നു പോലീസ് അന്വേഷിച്ചത്. എന്നാൽ ബസ്സിലെ CCTV ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായതോടെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. എന്തായാലും ഈ ഒരു കേസിൽ യദു ഓടിച്ചിരുന്ന ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ബസ്സിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നു. GPS പ്രവർത്തനരഹിതമായിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അധികൃതർ നടത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ആവശ്യപ്രകാരം MVD ആയിരുന്നു പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും എന്ന സ്ഥിതി എത്തിയിരുന്നു. കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു. ഏപ്രിൽ 28 രാത്രിയിലാണ് മേയറും അതുപോലെ തന്നെ KSRTC ഡ്രൈവറുമായുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതായി മേയറും കുടുംബവും ഇതിനിടയിൽ ആരോപിച്ചു. മേയർ ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി കാർ നിർത്തിയിട്ടിറങ്ങിയ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസ്സിന് കുറുകെ നിർത്തുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. കാറിന് സൈഡ് തരാത്തതിനല്ല, അശ്ലീലാംഗ്യം കാണിച്ചതിനാണ് ചോദ്യം ചെയ്തത് എന്നായിരുന്നു മേയറുടെ വിശദീകരണം. ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകിയിരുന്നു. ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തില്ല. സംഭവം വിവാദമായതോടെ കോടതി ഇടപെട്ടതോടെ കേസെടുക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ ഇതാ പോലീസ് അറിയിച്ചിരിക്കുന്നത് യദുവിനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. നിലവിൽ യാതൊരു ക്രിമിനൽ കേസും യദുവിന്റെ പേരിൽ ഇല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.